ഹായ്, ഞാനിപ്പോൾ ഉള്ളത് ഒരു കസ്റ്റമറുടെ വീട്ടിലാണ്. വീട് കണ്ടില്ലേ, വലിയ കൊട്ടാരം പോലത്തെ ഒരു വീടാണ്. പക്ഷേ വീട് കൊടുക്കാനുള്ളതല്ല, പക്ഷേ ഈ വാഹനങ്ങൾ കൊടുക്കാനുള്ളതാണ്. കസ്റ്റമറിൽ 2 വാഹനങ്ങൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പരിചയപ്പെടുത്താനാണ് ഞാനിവിടെ കസ്റ്റമറുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. ഈ സ്ഥലം നെടുമങ്ങാടാണ്. ഈ വാഹനത്തിന് ഡീറ്റെയിൽസ് പറഞ്ഞു കഴിഞ്ഞാൽ 2018 മോഡൽ ഒരു ഓട്ടോമാറ്റിക് വാഹനമാണ്. വെറും 27,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്തിരിക്കുന്ന ബി ഓപ്ഷനിലുള്ള ഹോണ്ട അമൈസ് ആണ് വാഹനം. അത്യാവശ്യം നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വാഹനമാണ്. റീപ്ലേസ്മെൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫുൾ ഓപ്ഷനിൽ തന്നെ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, എയർ ബാഗ്, ABS, അലോയ് വീൽ തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ടയറൊക്കെ എബോ 70% അടുപ്പിച്ച് തന്നെ വരുന്ന വാഹനമാണ്. വെറും 27,000 കിലോമീറ്ററാണ് ഈ വാഹനം റൺ ചെയ്തിരിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ സൈഡിൽ ബോഡിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സിംഗിൾ സ്ക്രാച്ച് പോലുമില്ല. സിംഗിൾ ഓണർഷിപ്പ് കണ്ടീഷനിലാണ് ഈ വാഹനം വരുന്നത്. ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ ആയിക്കോട്ടെ ഇൻറ്റീരിയർ ആയിക്കോട്ടെ നല്ല ഹെവി ക്വാളിറ്റി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ കൂടെ നോക്കാം. ഇൻറ്റീരിയറിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ലെതർ സീറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. കണ്ടില്ല, നല്ല ക്വാളിറ്റി ലെതർ സീറ്റ്സ് വരുന്നുണ്ട്. AC പവർ സ്റ്റിയറിംഗ്, നേരത്തെ പറഞ്ഞ പോലെയുള്ള ഫീച്ചേഴ്സ് എല്ലാം, ക്ലൈമട്രോണിക് AC വരുന്നുണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫോൾഡബിൾ മിറേഴ്സ് ആണ്. മിററിൽ ഇൻഡിക്കേറ്റർ വരുന്ന നല്ല മോഡലാണ്. അപ്പോൾ ഏറ്റവും ടോപ്പ് എൻഡ് മോഡലാണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ വരുന്ന വെറും 27,000 കിലോമീറ്റർ മാത്രം ഓടിയ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൽ വരുന്ന വാഹനം. അപ്പോൾ സിറ്റി യൂസിനും അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് സ്ത്രീകൾക്കൊക്കെ വേണ്ടിയിട്ട് വണ്ടി നോക്കുന്നവർക്ക്, സെഡാൻ വാഹനമാണ് നോക്കുന്നതിൽ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള വാഹനമാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ബോണറ്റ് കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ എഞ്ചിൻ റൂം നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഒറിജിനാലിറ്റി ആയിട്ടുണ്ട്. അല്ലെങ്കിൽ വേറെ ഇതിൽ ചെറിയ പൊടിയൊക്കെ കാണുന്നുണ്ട്. അത് കസ്റ്റമർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാഹനമാണ്, അല്ലാതെ നമ്മൾ ഇത് സെയിലിന് വേണ്ടിയിട്ട് കൊണ്ടിട്ടിരിക്കുന്നതല്ല. അതുകൊണ്ടാണ് ഈ പൊടി കാര്യങ്ങളൊക്കെ കാണുന്നത്. വണ്ടി വേറെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. നല്ല ഹെവി ക്വാളിറ്റി വാഹനം. അപ്പോൾ ഈ വാഹനത്തിന് കസ്റ്റമർ പ്രതീക്ഷിക്കുന്ന വില 6,20,000 രൂപയാണ്. കസ്റ്റമറുടെ നമ്പർ തന്നെ ഞാൻ ഡയറക്റ്റ് ആഡ് ചെയ്യാം. കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ നമ്പർ ഇട്ട് ഇനി എന്നെ വിളിച്ച് അത് കഴിഞ്ഞ് കസ്റ്റമറെ വിളിച്ചത് കുറച്ച് പാടാണല്ലോ. അപ്പോൾ ഞാൻ കസ്റ്റമർ നമ്പറിൻ്റെ ഡയറക്റ്റ് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ്. വണ്ടി ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നെടുമങ്ങാടാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളൊരു മറ്റൊരു വാഹനമുണ്ട്, ഒരു ഇന്നോവ കിടപ്പുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ജസ്റ്റ് ആയിട്ട് നോക്കാം. ഈ വാഹനം ഇന്നോവ ഡീസൽ 2014 മോഡലാണ്. രജിസ്ട്രേഷൻ ചെയ്ത വാഹനമാണ്, എങ്കിൽ പോലും ക്വാളിറ്റി ആയിട്ടുള്ള വാഹനമാണ്. ടയർ കാര്യങ്ങളെല്ലാം പുതിയതാണ്. അലോയ് വീൽസ് വരുന്നുണ്ട്. ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയറിൽ നല്ല ബോഡി, നല്ല ഷേപ്പായിട്ട് വേറെ സ്ക്രാച്ചസോ അല്ലെങ്കിൽ ഡെൻറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല. നല്ല ക്വാളിറ്റി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയറിൽ നോക്കിക്കഴിഞ്ഞാലും നല്ല ക്വാളിറ്റിയുള്ള ലെതർ സീറ്റ്സ് ഒക്കെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആഡ് ചെയ്തിട്ടുണ്ട്. എയർ ബാഗ് വരുന്ന മോഡലാണ്. ABS വരുന്നുണ്ട്. ഒരു 8 സീറ്റർ വാഹനമാണ്. സെൻട്രൽ AC കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആൻഡ്രോയിഡ് സ്റ്റീരിയോ തുടങ്ങിയ കാര്യങ്ങൾ ഈ വാഹനത്തിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്ക് സീറ്റ് നോക്കിക്കഴിഞ്ഞാലും നല്ല ക്വാളിറ്റി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള, ഇൻറ്റീരിയർ ഒക്കെ നല്ല മെയിൻ്റെനൻസ് ആയിട്ടുള്ള വാഹനമാണ്. ഫുള്ളി കമ്പനി സർവീസ് ആണ്. 1,50,000 കിലോമീറ്റർ ആണ് ഈ വാഹനം റൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫാമിലി പർപ്പസിന് നല്ല ക്വാളിറ്റി ഇന്നോവ നോക്കുന്നവർക്കും ബെറ്റർ ഓപ്ഷൻ തന്നെയാണ് ഈ വാഹനം. ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയറിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ നോക്കിയാൽ തന്നെ ജസ്റ്റ് മനസ്സിലാവും. ഇതിന് വേറെ സ്ക്രാച്ച് പോലും കാണുന്നില്ല. KL 16 ആറ്റിങ്കൽ രജിസ്ട്രേഷനിൽ വരുന്ന വാഹനമാണ്. ഞാൻ ഈ വണ്ടിയുടെ 2 വണ്ടിയുടെയും ബോർഡോ കാര്യങ്ങളൊന്നും വെച്ച് നമ്പറൊന്നും മറിച്ചിട്ടില്ല. കാര്യം കസ്റ്റമർ ഡയറക്റ്റ് ആണ്. നിങ്ങൾ ഡയറക്റ്റ് കസ്റ്റമറെ തന്നെ കോൺടാക്ട് ചെയ്ത് ഈ വാഹനം എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ എഞ്ചിൻ റൂം കൂടെ ഒന്ന് നോക്കാം. നിങ്ങൾ ഈ എഞ്ചിൻ റൂം കാണുമ്പോൾ തന്നെ ഈ വണ്ടിയുടെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. റീപ്ലേസ്മെൻ്റ് ഇല്ല, അതുപോലെ തന്നെ വേറെ ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. നല്ല ക്വാളിറ്റി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള എഞ്ചിൻ റൂമൊക്കെ നല്ല ഒറിജിനാലിറ്റി ആയിട്ടുണ്ട്. അതിൽ കമ്പനി പഞ്ചിങ് വരെ കറക്റ്റായിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് എഞ്ചിൻ പൊളിക്കുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു എഞ്ചിൻ റൂം തന്നെയാണ്. അപ്പോൾ ഈ വാഹനത്തിന് കസ്റ്റമർ പ്രതീക്ഷിക്കുന്ന വില 8,50,000 രൂപയാണ്. പ്രൈസ് നമുക്ക് സംസാരിച്ച് നെഗോഷിയേഷൻ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് തന്നെ ഡയറക്റ്റ് സംസാരിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്നെ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കണമെന്നില്ല. നിങ്ങൾക്ക് തന്നെ ഡയറക്റ്റ് സംസാരിച്ചെടുക്കാം. പിന്നെ നിങ്ങൾ വിളിക്കുമ്പോൾ കാർലിംഗ് എന്ന് വീഡിയോ കണ്ടിട്ടാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ മാത്രം മതി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വാഹനങ്ങളുടെ വിശേഷങ്ങൾ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് എടുത്തു പറയേണ്ട ഈ വീടിൻ്റെ ഒരു മനോഹാരിതയും കൂടെയാണ്. അത്യാവശ്യം നല്ല അടിപൊളി ഒരു കൊട്ടാരം പോലത്തെ വീടെന്ന് തന്നെ പറയാം. നല്ല വീടാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് കുറച്ച് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. റംബൂട്ടാൻ്റെ കൃഷി, അതുപോലെ തന്നെ സപ്പോട്ട, മാവ്, അങ്ങനെ എല്ലാ കൃഷി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് നല്ല ഒരു പ്ലസൻറ്റ് അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് അറിയാൻ ഞാൻ പറഞ്ഞ പോലെ നേരെ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.